കഴുകൻ ഈ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിച്ചെടുക്കുന്ന പ്രതലം എന്ന് പറയുന്നത് പരുക്കൻ പ്രതലമാണ്. സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലമല്ല. ഒന്നെങ്കിൽ ഏറ്റവും പാറയുടെ മുകൾ വശം, അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള ഏറ്റവും കട്ടിയുള്ള വൃക്ഷം, ഏറ്റവും ടോപ്പ്. എപ്പോഴും ഉയരമേ എടുക്കുള്ളൂ. അതിനകത്ത് കൊണ്ടുവയ്ക്കുന്ന സാധനം പ്രാവ് കൊണ്ടുവയ്ക്കുന്ന, കുരുവി കൊണ്ടുവയ്ക്കുന്ന സാധനമല്ല. വലിയ കമ്പ്, ചുള്ളി, ഭയങ്കര പരുക്കൻ പ്രതലമായിരിക്കും. കുഞ്ഞുനാൾ മുതലേ ഇതിൻ്റെ മാംസത്തിനകത്തൊക്കെ ഇത് കൊണ്ടാണ് ഇത് വളരുന്നത്. ഇത് പറക്കാൻ പരുവമായി എന്ന് ഈ കഴുകന് മനസ്സിലാകുമ്പോൾ കഴുകൻ എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇതിനെ കൊത്തിപ്പൊക്കും, എന്നിട്ട് ഇങ്ങനെ ചിറകടിച്ച് മുകളിലോട്ട് കയറും, എന്നിട്ട് അങ്ങ് വീടും. അപ്പോ കൊച്ചിന് തോന്നണം, ഞാൻ വീണു പോകും, ഞാൻ തകർന്നു പോകും, ഞാൻ വീണു പോകും എന്ന് നിനക്ക് തോന്നണം. നിനക്കങ്ങനെ തോന്നിയാൽ മാത്രമേ നീ മേലോട്ട് നോക്കുള്ളൂ. കുഞ്ഞിന് തോന്നണം വീഴുവെന്ന്, തീർന്നെന്ന് തോന്നണം. ആ ഫീല് നിനക്ക് വരണം. എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് നിനക്ക് തോന്നണം. എല്ലാം കഴിയുവാണെന്നുള്ള ചിന്ത നിന്റെ അകത്ത് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ചിറകിന്റെ കരുത്തെന്താണെന്ന് നീ അറിയൂ. ഇത് ആ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയൂല. ഈ ചുണ്ടി നീ മാംസക്കഷ്ണത്തെ, ഈ ചെറിയ ചിറകുള്ള കഴുകനെ അങ്ങ് വിടും. ഇതൊന്ന് അട്ടിക്കും, ഒന്ന് കളിക്കും, ഒന്ന് കറങ്ങും. ഇങ്ങനെ മലനടിച്ചൊക്കെ ഇങ്ങനെ പോയി പാറയുടെ മേളിൽ വീണ് അടിച്ച് വീഴുമെന്ന് ഇത് തോന്നുന്ന ആ ടൈമിങ് ഭയങ്കരമാണ്. ഇങ്ങനെ വന്ന് കോരി എടുത്തോണ്ടൊരു പോക്കും. എത്ര പേര് ആ ടൈമിങ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്? എത്ര പേര് ആ ടൈമിങ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്? ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ആ ടൈമിങ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്? പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ പലപ്പോഴും ദൈവം ആ ടൈമിങ് കാണിച്ചിട്ടുണ്ട്. എല്ലാം നിന്റെ കയ്യിൽ നിന്ന് പോയി, എല്ലാം കൈവിട്ടു പോയി എന്ന ഫീല് നിനക്ക് വരണം. പക്ഷെ ഒന്നും നിന്റെ കയ്യിൽ നിന്ന് പോകാൻ സമ്മതിക്കുകയില്ല. കർത്താവ് പറയുന്നു, ആ ടൈമിങ്, കഴുകന്റെ ടൈമിങ്. കഴുകൻ തന്റെ കുഞ്ഞിനെ അനക്കി മീതെ പറക്കാൻ ചിറക് വിരിച്ച് അതിനെ എടുത്ത് ചിറകിന്റെ മേൽ വഹിക്കുന്നത് പോലെ സ്വർഗത്തിലെ അപ്പ നിനക്ക് മീതെ നിൽക്കുകയാണ്. സ്വർഗത്തിലെ അപ്പ നിനക്ക് മീതെ നിൽക്കുകയാണ്. നീ പരാജയമാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വീഴ്ച ആഘോഷിക്കാൻ ആരെയും ദൈവം അനുവദിക്കത്തില്ല.